നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടന്ന റെയ്ഡിനു പിന്നാലെ ED ഉദ്യോഗസ്ഥരെ വാഹനങ്ങളെയും SFI CPM പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ച സംഭവം അത് വലിയ രീതിയിൽ അന്ന് തന്നെ വിവാദമായതാണ്. എന്തിന് CPM നേതാക്കൾ വരെ അതിനെ അപലപിച്ചതാണ്. ഈ ഒരു സംഭവം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡ്രൈവർക്കും വനിതാ ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുകയുണ്ടായ അന്നത്തെ ആക്രമണത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലപാട് കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചിരിക്കുകയാണ്. നന്ദാവനം AR ക്യാമ്പിന് തൊട്ടടുത്ത് വെച്ച് നടന്ന അക്രമം അത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. അത് ബോധപൂർവമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന വിമർശനം ഇതിനോടകം ശക്തമാണ്. എന്തുകൊണ്ട് കേരള പോലീസിന് ഇത്തരത്തിൽ EDക്കെതിരായ ആക്രമണം തടയാൻ സാധിച്ചില്ല, വേണ്ട രീതിയിൽ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നതടക്കമുള്ള ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും സുരക്ഷാ വീഴ്ചയുണ്ടായി. പ്രത്യേകിച്ച് കേന്ദ്രസേനയ്ക്ക് കേരളത്തിന്റെ പോലീസ് നൽകേണ്ട സുരക്ഷ ആ ഒരു വീഴ്ച സംഭവിച്ചു. അവരുടെ വാഹനങ്ങൾ വരെ തല്ലി തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിമർശനം. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ CBIക്ക് കൈമാറാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ്. മാത്രമല്ല, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും, എന്നാൽ മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയനെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായിയാണെന്നും കൊല്ലം യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. തോറ്റു തൊപ്പിയിട്ടിട്ട് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തി ഈ പാർട്ടിയിലേക്ക് ഇനി ആരും കടന്നു വരുമെന്നാണ് അംഗങ്ങൾ ചോദിച്ചതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം, സംസ്ഥാന സെന്ററും വൻ പരാജയമായി അതും അഴിച്ചു പണിയണമെന്നാണ് ഈ ഒരു പാർട്ടി യോഗത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ചത് ജനങ്ങളെ ഉറപ്പിച്ചു. കാലഹരണപ്പെട്ട പ്രചാരണ തന്ത്രം ഉപദേശിച്ചു കൊടുത്ത ആ PR കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണം. MP ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. സഖാക്കൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസം ഇതോടെ നഷ്ടമായി. MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിക്കാർ പോലും കാണില്ല. പയ്യന്നൂരിലെ തളിപ്പറമ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അംഗങ്ങളുടെ വിമർശനം. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മറ്റു ചില നിർണായക വിവരങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. വിശദമായി നോക്കാം. CMRL നിന്നും പ്രതിഫലമായി കിട്ടിയ 2 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തായുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കൈമാറ്റം നടന്നുവെന്നാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CMRL നിന്ന് ഓരോ തവണയും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ പണം എത്താറുണ്ട്. ഈ പണം എത്തുമ്പോഴൊക്കെ 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറി എന്നാണ് പുതിയ വിവരം. SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ വിജയന് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപ, ആ രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. കർത്തായുടെ കടം വീട്ടുകയുണ്ടായി വീണ. മാത്രമല്ല 2 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിൻ്റെയും അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണ വിജയനും CMRL പ്രതിഫലം നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 2020-2021 വർഷം കമ്പനി ആകെ നഷ്ടത്തിലാവുകയും കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുകയും അത്തരത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്തു. CMRL നിന്ന് കിട്ടിയ 2 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിച്ചില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പൈസ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ ആ പണം എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ആ പണം എവിടെ പോയി എന്നതിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സാലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലായിരുന്നു. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMRL നിന്ന് കിട്ടിയ പ്രതിഫലമാണ് എക്സാലോജിക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറ്റിയത്.
മെയ് 4-ന് അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9-ന് തന്നെ മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിലാണ് തുക ഇത്തരത്തിൽ കൈമാറി വന്നത് എന്ന് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CMRL ആദായ നികുതി നടന്നത് 2019 ജനുവരിയിലാണ്. ഈ ജനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകിയിട്ടുമുണ്ട്. ആദായ നികുതി റെയ്ഡിന് ശേഷമാണ് തുക നൽകുന്നതിൽ ഒരു ഇടിവ് സംഭവിച്ചത്. 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് ഈ കാലയളവിൽ മാറിക്കഴിഞ്ഞിരുന്നു. CMRLുമായി കരാർ വയ്ക്കുന്നതിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഇതുകൂടി നോക്കുകയാണെങ്കിൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്നും എംപവറിന് തിരിച്ചടവ് കിട്ടിയിട്ടുണ്ട്. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക് വായ്പ നൽകിയത്. റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് അന്ന് 2019 റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ പലിശ കൂടി CMRL ചെലവിൽ എക്സാലോജിക്കിൽ ഈടാക്കാൻ കർത്തായുടെ എംപവർ കമ്പനിക്ക് സാധിക്കുമായിരുന്നു. എന്തായാലും വലിയ പണമിടപാടുകൾ നടന്നിരിക്കുന്നു, വലിയ കോടികൾ കൈമാറിയിരിക്കുന്നു. ഇതെല്ലാം എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ ഇപ്പോഴും അവശേഷിക്കുന്നത്. അതേസമയം മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കുക എന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ജസ്റ്റിസ് രാജ വിജയ രാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് നടക്കുന്ന വാദങ്ങളാകും മാസപ്പടി കേസിന്റെ ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുന്നത്. ഈ മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. ഈ മുദ്രവെച്ച കവറിൽ വിവരങ്ങളൊക്കെ സമർപ്പിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRL ഇപ്പോൾ ശ്രമിക്കുന്നത്. കേസിൽ 5ാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തും. ജസ്റ്റിസ് രാജ വിജയ രാഘവന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തെളിവുകളൊന്നുമില്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ മുന്നോട്ട് പോകുകയായിരുന്നു എന്ന പ്രധാന വാദം CMRL മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ തെളിവുണ്ടെന്നും വീണയടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിക്കും. കോടതിയിൽ തെളിവുകൾ നിരത്തിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം നടത്തുക. റെയ്ഡ് അടക്കം ED ശക്തമായി ചൂണ്ടിക്കാട്ടും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ED ചൂണ്ടിക്കാട്ടും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കും EDക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ ഇനിയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. റെയ്ഡിനിടെ ഉണ്ടായ അനിഷ്ട സംഭവം കോടതിയെ അറിയിക്കും. എന്തായാലും റെയ്ഡിനിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കോടതിയെ അറിയിക്കാൻ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയതായി പറയുന്ന തുക എന്തിനാണ് വിനിയോഗിച്ചത് എന്ന് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. ഈ പണം ഉപയോഗിച്ച് വീണ എന്ത് ചെയ്തു? വീണ വിജയൻ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ മറ്റ് ആസ്തികളോ വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദമായി അന്വേഷിക്കും.